ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു ദോശയുടെ റെസിപ്പിയാണ്. നമ്മൾ അപ്പക്കാരോ ഒന്നും തന്നെ ചേർക്കാതെ എങ്ങനെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല നിറഞ്ഞു പോന്നിട്ടുള്ള ദോശ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അരി വെള്ളത്തിലിട്ട് വെക്കാം. ഞാനിവിടെ ഇഡ്ഡലി അരിയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. 1 കപ്പ് ഇഡ്ഡലി അരി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വളരെ കുറച്ച് ഉഴുന്നുകൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഒരു 6 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മളിത് കുതിർത്തണം കേട്ടോ. പിന്നെ ഇഡ്ഡലി അരി അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല, പെട്ടെന്ന് അത് കുതിർന്ന് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് കുതിർന്നിട്ട് ഞാനിത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടത് അരച്ചെടുക്കാൻ വേണ്ടി പോവാണ്. കൂടെ ഞാൻ ഇതിലേക്ക് ഇത്രയും ചോറ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ്, ഞാൻ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ നമുക്ക് വെള്ളം വേണമെങ്കിൽ നമുക്ക് കുറച്ച് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം വേണം തോന്നി. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട, ചെറിയൊരു തരിതരിയായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഈ മിക്സിയിൽ തന്നെയാണ് ഇത് കൂട്ടി വെക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. മിക്സിയിൽ തന്നെയാണ് വെക്കുന്നത്. ഇത് ഇനി ഒരു 10 മണിക്കൂർ ശേഷമാണ് ഞാനിത് എടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മുടെ ദോശമാവ് ഇത്രയും നമ്മുടെ ഈ മിക്സിയുടെ മുകൾ ഭാഗം വരെ നന്നായിട്ട് നിറഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അപ്പക്കാരം ഒന്നും തന്നെ നമ്മൾ ചേർത്തിട്ടില്ല. പിന്നെ നല്ല ചൂട് കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ, അതാണ് ഇത്രയും നന്നായിട്ട് നിറഞ്ഞു വരാൻ കാരണം. പിന്നെ നമ്മൾ നല്ല ചൂടുള്ള സ്ഥലത്ത് വെക്കുക, അല്ലെങ്കിൽ നല്ല കണ്ടെയ്നർ ബോക്സിലൊക്കെ ഇട്ട് വെക്കുക, അപ്പോഴൊക്കെ നമുക്ക് നന്നായിട്ട് നിറഞ്ഞ് കിട്ടും കേട്ടോ. ഇനി നമുക്കിതിൽ ഉപ്പ് ചേർത്തിട്ട് ഇത് ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിങ്ങനെ ഓപ്പൺ ആക്കി ഇട്ട് വെക്കണ്ട കേട്ടോ. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ട് വെച്ചാൽ മതി. മാവ് ഓപ്പൺ ആക്കി ഇടണ്ട, അപ്പോൾ നമുക്ക് ആ നൊര അങ്ങ് പോവും. അപ്പോൾ നൊര പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് അടച്ച് വെക്കുന്നത് നല്ലതാണ്. പാന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഞങ്ങളിങ്ങനെ ചെറിയ ദോശയാണ് ഉണ്ടാക്കാറ് സാധാരണ, വല്ലാതെ പരത്താത്ത ദോശയാണ് കേട്ടോ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.